കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നമുക്കിന്നൊരു പുതിയ കഥ കേട്ടാലോ? അതിനു മുൻപേ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടണ്ടേ? തത്തയുടെ പേരെന്താ? ജെയ്നീസ സിനോജ്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? പോട്ട. എലിക്കുട്ടന്റെയോ? ജോവാൻ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? താഴൂർകാട്ടിൽ നിന്ന്. കുറുക്കന്റെ പേരെന്താ? മെറിൻ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറക്കാട്ടിൽ നിന്ന്. മയിലിന്റെ പേരെന്താ? സെറിൻ മേജോ. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? വെള്ളാഞ്ചിറ. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറാണോ? നമുക്കിന്ന് പുതിയൊരു കഥ കേട്ടാലോ? ഞാനിന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് പക്ഷികളുടെ തന്ത്രം. ഒരു കാട്ടിൽ കുറേയധികം തത്തകൾ ഉണ്ടായിരുന്നു. നമ്മുടെ തത്തയെ പോലെ ബുദ്ധിശാലിയായ ഒരു തത്ത. ആ തത്തകളെ കാണാൻ ഭയങ്കര രസവുമായിരുന്നു. നല്ല ഭംഗിയുള്ള തത്തകൾ. ആ തത്തകൾക്ക് ഒരു പ്രത്യേകതരം കഴിവുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? മനുഷ്യരുടെ സ്വരത്തിൽ അവർക്ക് സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. ഇവരുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് രാവിലെ ആകുമ്പോൾ കാടിനടുത്തുള്ള വയലിൽ വന്ന് അവിടെ ഉണക്കുവാനിട്ടിരിക്കുന്ന ധാന്യങ്ങൾ കഴിക്കുക എന്നതായിരുന്നു. പിന്നീട് രാത്രിയാകുമ്പോൾ അവർ കാട്ടിലേക്ക് തിരിച്ചു പോകുമായിരുന്നു. ഇവരുടെ ഈ ഒരു പ്രവൃത്തി കാരണം നാട്ടിലുണ്ടായിരുന്ന കൃഷിക്കാർക്കെല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായി. ഇവർ എല്ലാ ദിവസവും ധാന്യങ്ങൾ വന്ന് മോഷ്ടിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ കൃഷിക്കാരെല്ലാവരും കൂടെ ഈ തത്തകളെയെല്ലാം ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും ഓടിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ നാട്ടിലേക്ക് ഒരു പേര് കേട്ട വേട്ടക്കാരൻ വരുന്നത്. ഈ വേട്ടക്കാരനോട് ഇവർ ഇവരുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ഇവരുടെ സങ്കടം വേട്ടക്കാരൻ കേട്ടപ്പോൾ താൻ അവരെ സഹായിക്കാമെന്ന് വേട്ടക്കാരൻ തീരുമാനിച്ചു. അതുമാത്രമായിരുന്നില്ല വേട്ടക്കാരന്റെ ഉദ്ദേശം. തത്തകളെ കാണാൻ ഭംഗിയുള്ളതായിരുന്നത് കൊണ്ടും അവർക്ക് മനുഷ്യരുടെ ഭാഷയിൽ സംസാരിക്കുവാൻ സാധിക്കുന്നത് കൊണ്ടും ആ വേട്ടക്കാരൻ വിചാരിച്ചു, ഇവരെ പിടിച്ചതിന് ശേഷം ചന്തയിൽ കൊണ്ട് വിൽക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് വളരെയധികം ലാഭമുണ്ടാകും. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഉദ്ദേശം. അങ്ങനെ കർഷകരുടെ നിർദ്ദേശപ്രകാരം ആ വേട്ടക്കാരൻ അവിടെ ഒരു കെണിയൊരുക്കി. അതൊരു പ്രത്യേകതരം കെണിയായിരുന്നു. ആ കെണി പെട്ടെന്നൊന്നും അങ്ങനെ പൊട്ടിക്കുവാൻ സാധിക്കുന്നതായിരുന്നില്ല. അങ്ങനെ പതിവ് പോലെ തത്തകൾ ധാന്യങ്ങൾ മോഷ്ടിക്കുന്നതിനായി വന്നപ്പോൾ ആ കെണിയിൽ അവർ അകപ്പെട്ടുപോയി. അവർ കെണിയിൽ അകപ്പെട്ടതും അവർ പരിഭ്രാന്തരായി. എന്ത് ചെയ്യണമെന്നറിയില്ലാതെ അവർ ചിറകുകളിട്ട് അടിക്കുവാൻ തുടങ്ങി. പക്ഷെ ഇതൊന്നും ഫലപ്രദമായില്ല. അവർ ആ കെണിയിൽ കൂടുതൽ കുടുങ്ങിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അതിൽ ബുദ്ധിശാലിയായ ഒരു തത്തയുണ്ടായിരുന്നു. ആ തത്ത തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ കെണിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാനായി സാധിക്കും. അപ്പോൾ തത്തകൾ എല്ലാവരും എന്താണ് ഇദ്ദേഹം പറയുന്നതെന്ന് അറിയാനായി സൂക്ഷിച്ചു കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആ ബുദ്ധിശാലിയായ തത്ത പറഞ്ഞു, ഇനി വേട്ടക്കാരൻ നമ്മുടെ അടുക്കലേക്ക് വരുവാൻ അധിക സമയമില്ല. അപ്പോൾ വേട്ടക്കാരൻ വരുമ്പോൾ നമ്മൾ എല്ലാവരും ചത്തതുപോലെ കിടക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ചത്തുപോയി എന്ന് കരുതുമ്പോൾ വേട്ടക്കാരൻ നമ്മളെല്ലാം കെണിയിൽ നിന്നും എടുത്ത് പുറത്തേക്കെറിയും. അവസാനത്തെ പക്ഷിയും കെണിയിൽ നിന്ന് പുറത്ത് ചാടിക്കഴിയുമ്പോൾ താൻ ഒരു ശബ്ദമുണ്ടാക്കാം. ആ ശബ്ദം കേൾക്കുമ്പോൾ മാത്രമായിരിക്കണം പക്ഷികൾ ശബ്ദമുണ്ടാക്കുകയോ ചിറകടിക്കുകയോ ചെയ്യാവുള്ളൂ എന്ന കണ്ടീഷൻ ആ തത്ത മുൻപോട്ട് വെച്ചു. ഇതൊരു നല്ല ആശയമാണെന്ന് തൻ്റെ സുഹൃത്തുക്കൾക്കും തോന്നി. അവർ ഇത് അംഗീകരിച്ചു. അങ്ങനെ വേട്ടക്കാരൻ വരുന്നത് കണ്ടപ്പോൾ എല്ലാ തത്തകളും ആ കെണിയിൽ ചത്തതുപോലെ കിടന്നു. വേട്ടക്കാരൻ വന്നു നോക്കിയപ്പോഴെന്താ, എല്ലാ തത്തകളും ചത്തുകിടക്കുന്നു. താൻ വെച്ച കെണിയിൽ എന്തോ പിശക് പറ്റിയത് കൊണ്ടാണ് തത്തകളെല്ലാം ചത്തുപോയതെന്ന് വേട്ടക്കാരൻ കരുതി. അങ്ങനെ ആ വേട്ടക്കാരൻ ഓരോ തത്തകളെയും എടുത്ത് പുറത്തേക്ക് എറിയുവാൻ തുടങ്ങി. അങ്ങനെ അവസാനത്തെ തത്തയും എടുത്ത് വേട്ടക്കാരൻ പുറത്തേക്ക് എറിഞ്ഞപ്പോൾ ആ ബുദ്ധിശാലിയായ തത്ത ഒരൊച്ചയുണ്ടാക്കി. ആ ഒച്ച കേട്ടതും എല്ലാവരും ഒരുമിച്ച് ചിറകടിച്ച് പറന്ന് കാട്ടിലേക്ക് പോയി. അങ്ങനെ ആ തത്തകളെല്ലാം രക്ഷപ്പെട്ടു. പക്ഷെ വേട്ടക്കാരൻ എന്താണ് സംഭവിച്ചതെന്ന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. അദ്ദേഹം ഒരിക്കൽ കൂടി ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി, തത്തയെ കയ്യിലെടുത്തപ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് എറിഞ്ഞു കളഞ്ഞാൽ മതിയായിരുന്നു. അദ്ദേഹത്തിന് വെച്ച അബദ്ധത്തെ ഓർത്ത് അയാൾ വളരെയധികം വിഷമിച്ചു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ബുദ്ധിപൂർവവും ഒരുമയോടെയും നാം മുൻപോട്ട് നീങ്ങുകയാണെങ്കിൽ ഏതൊരു ആപത്ഘട്ടവും നമുക്ക് മുൻപോട്ട് നീങ്ങുവാനായിട്ട് സാധിക്കും.
അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? മറ്റൊരു കഥയുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. നിങ്ങൾക്കെല്ലാവർക്കും കാട്ടിലെ കൂട്ടുകാരെ ഇഷ്ടമായോ? നല്ല രസമുണ്ടായില്ലേ പുളിമാൻ പറഞ്ഞ കഥ കേൾക്കാൻ? എങ്കിൽ കൂട്ടുകാരെ, നമുക്കൊരു ബൈബിൾ വചനം കാണാതെ പഠിച്ചാലോ? കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. പ്രഭാഷകൻ 33:1. കൂട്ടുകാരെ, ഈ ബൈബിൾ വചനം കാണാതെ പഠിക്കണേ. കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ? എന്തായിരിക്കും അടുത്ത സെഗ്മെന്റ്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? മാലാഖേ. ഹായ് എന്നെ മോളെ. ഹായ് മാലാഖേ. എന്തുണ്ട് എന്നെ മോളെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു മാലാഖേ. ആഹാ, എങ്കിൽ അന്നമ്മളുടെ സ്കൂളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ ഒന്ന് പറഞ്ഞേ. അന്നമ്മളുടെ ഈ കാവൽമാലാഖ അതൊക്കെ ഒന്ന് കേൾക്കട്ടെ. അതിനെന്താ മാലാഖേ, ഈ അന്നമോള് മാലാഖയോട് എല്ലാം പറയാലോ. മിടുക്കി ചക്കരക്കുട്ടി. പിന്നുണ്ടല്ലോ മാലാഖേ, ഇന്ന് ടീച്ചർ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന മാലാല യൂസഫ്സായ് എന്ന പെൺകുട്ടിയെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു. ആഹാ, അതെന്തായാലും നന്നായി. പിന്നെ നിങ്ങൾ കുട്ടികൾ ലോകത്തിന് വഴികാട്ടിയാകാൻ ശ്രമിക്കണമെന്നൊക്കെ ടീച്ചർ പറഞ്ഞു. അന്നമോൾ പറഞ്ഞ മാലാലയൊക്കെ ഇല്ലേ, ആ ബാലികയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പ്രശസ്ത ആയതൊന്നുമല്ല കേട്ടോ. പിന്നെയോ? ഏറെക്കാലത്തെ കഠിനാധ്വാനം യാതനകളുമാണ് മാലാലയെ പ്രശസ്തിയിലെത്തിച്ചത്. 2013 ജനുവരിയിൽ മാലാല യൂസഫ്സായ് എന്ന പാകിസ്ഥാനി പെൺകുട്ടിയെ ജർമ്മനിയിലെ ഒരു പത്രം വിശേഷിപ്പിച്ചത് എന്താണെന്ന് അന്നമോൾക്ക് അറിയാവോ? ഇല്ലല്ലോ, എന്താ മാലാഖേ? ലോകത്തിലെ ഏറ്റവും പ്രശസ്തിയായ ബാലിക എന്നാ. മാലാലയെ പോലെ ലോകസമാധാനത്തിന് കൊതിച്ചിരുന്ന മറ്റൊരു ബാലികയുമുണ്ട് അന്നമോളെ. അതാരാ മാലാഖേ? സാമന്ത സ്മിത്ത് എന്ന അമേരിക്കൻ പെൺകുട്ടി. സാമന്തയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാമോ മാലാഖേ? അതിനെന്താ, സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം അതിഭീകരമായി നടന്നുകൊണ്ടിരുന്ന കാലം. ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ ബന്ധം എന്തുകൊണ്ട് ഇത്ര വഷളായി എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നാവശ്യപ്പെട്ട് സാമന്ത സോവിയറ്റ് നേതാവ് യൂറി ആന്ദ്രപ്രോവിന് ഒരു കത്തെഴുതി. എന്നിട്ട് സോവിയറ്റ് ദിനപത്രമായ പ്ലാവ്ദയിൽ സാമന്തയുടെ കത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. തുടർന്ന് 1983 ഏപ്രിലിൽ സാമന്തയെ ആന്ദ്രപ്രോവ് റഷ്യയിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് സാമന്ത റഷ്യയിലേക്ക് പോയോ മാലാഖേ? പോയെന്ന് മാത്രമല്ല, സാമന്തയും അച്ഛനമ്മമാരും 2 ആഴ്ച ആന്ദ്രപ്രോവിന്റെ അതിഥിയായി സോവിയറ്റ് യൂണിയനിൽ താമസിക്കുകയും ചെയ്തു. ഗുഡ്വിൽ അംബാസഡർ എന്നാണ് പിന്നീട് സാമന്ത അമേരിക്കയിലും സോവിയറ്റ് യൂണിയനിലും അറിയപ്പെട്ടിരുന്നത്. കൊള്ളാമല്ലോ നമ്മുടെ സാമന്ത. എന്നാ എന്റെ അന്നമോള് മമ്മി വിളിക്കുന്നതിന് മുമ്പ് വേഗം വീട്ടിലേക്ക് പൊയ്ക്കോട്ടോ. ബായ് മാലാഖേ. ബായ് അന്നമോളെ. കൂട്ടുകാരെ, നമ്മുടെ കുസൃതി കുടിക്കായ അന്നമോളുടെ സംശയം കാരണം കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ലേ? എങ്കിൽ നമുക്ക് ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൊച്ചു കൂട്ടുകാരെ ഒന്ന് വിഷ് ചെയ്താലോ? ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഞങ്ങളുടെ വക 1000 ബർത്ത്ഡേ ആശംസകൾ. എങ്കിൽ കൂട്ടുകാരെ, നമുക്കൊരു വിശുദ്ധ വചനം കാണാതെ പഠിച്ചാലോ? കാരുണ്യം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അന്യരോട് കാരുണ്യം കാണിക്കണം. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം. കൂട്ടുകാരെ, നിങ്ങളെല്ലാരും ഈ വിശുദ്ധ വചനം കാണാതെ പഠിക്കണേ. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഗെയിം കളിക്കാൻ ഇഷ്ടമാണോ? എങ്കിൽ നമുക്ക് ഒരു ബൈബിൾ ഗെയിം കണ്ടു നോക്കിയാലോ? പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ബൈബിൾ ഗെയിംസിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ കളിയുടെ പേരാണ് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. അതിന് നമുക്ക് ആവശ്യമായി 2 സാധനങ്ങളുണ്ട്. ബോളും പിന്നുമുണ്ട്. പിന്നുകൾ തിന്മയുടെ പ്രതീകമാണ്. അവ മോഷണം, അസൂയ, അഹങ്കാരം, ആലസ്യം, പ്രാർത്ഥനയില്ലായ്മ, അനാദരവ് എന്നിവയാണ്. ഈ തിന്മകളെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തോൽപ്പിക്കാൻ സാധിക്കുക? വിശുദ്ധി, കൂദാശകൾ, വിനയം,
ഉപവാസം, പ്രാർത്ഥന എന്നിവയെ കൊണ്ടാണ് നമുക്ക് ഇവരെ തോൽപ്പിക്കാൻ സാധിക്കുക. ഇനി നമുക്ക് നിർദ്ദേശങ്ങൾ കേട്ടാലോ? നിങ്ങളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കും. അയാൾ വന്നിട്ട് ഈ ബോൾ കൊണ്ട് എല്ലാ പിന്നുകളെയും വീഴ്ത്തണം. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? ആൻലിയ വന്നിട്ട് സെന്ററിൽ നിൽക്കും. ഈ പന്ത് ഉപയോഗിച്ച് എല്ലാത്തിനും വീഴ്ത്താൻ നോക്കും. മിടുക്കി, ഒരൊറ്റ 6 തിന്മകളെ വീഴ്ത്തിയല്ലോ. ഇനി അടുത്തയാൾ. ഇനി അടുത്തയാൾ. അത് സാരമില്ല, നമുക്ക് ഒന്നുകൂടി തീക്ഷ്ണതയോടെ നന്മ പ്രവർത്തിക്കാം. ഒരു പ്രാവശ്യം കൂടി പരിശ്രമിക്കാം. ഇനി അടുത്തയാൾ. അത് സാരമില്ല, നമുക്കിനി കുറച്ചുകൂടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. ഒരു പ്രാവശ്യം കൂടി പരിശ്രമിക്കാം. ഇനി അടുത്തയാൾ. അത് സാരമില്ല, ഇനി നമുക്ക് ഉപവാസവും പ്രാർത്ഥനയുമായുള്ള അടുത്ത കളി നമുക്ക് തുടരാം. ഇനി അടുത്തയാൾ. അത് സാരമില്ല, ഇനി നമുക്ക് വിശുദ്ധി, കുദാശ, വിനയം ഇവ ഉൾക്കൊള്ളുന്ന ബോൾ കൊണ്ട് നമുക്കൊന്നുകൂടി ട്രൈ ചെയ്യാം. ഇനി നമുക്ക് ഈ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ ബേബിയെ വിളിക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടമായോ? എങ്കിൽ സൺഡേ കാറ്റിസത്തിലും ഫ്രണ്ട്സിനൊപ്പം ഇത് കളിക്കില്ലേ? അടുത്ത ആഴ്ച പുതിയൊരു ഗെയിമുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ ബൈബിൾ ഗെയിം ഇഷ്ടമായോ? എങ്കിൽ വീട്ടിൽ ഇത് കളിച്ചു നോക്കണേ. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ? എങ്കിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ? കളിയരങ്ങ്. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.
യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോൻ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുകയിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുകയിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ചൊല്ലുന്നു ഞാൻ. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നമ്മുടെ കൊച്ചു കൂട്ടുകാരൻ പാടിയ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നല്ല രസമുണ്ടായില്ലേ ആ പാട്ട് കേൾക്കാൻ? കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോയാലോ? എന്തായിരിക്കും അടുത്ത സെഗ്മെന്റ്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അഞ്ച് കല്ലെടുത്തു വച്ചു, അഞ്ച് കല്ലെടുത്തു വച്ചു, അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. എലേലേലേ 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 എലേലേലേ. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. കോട്ട ചുറ്റി നടന്നു, ഹേ 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 7 വട്ടം നടന്നു, ഹോ 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 ഹോ. കോട്ട ചുറ്റി നടന്നു, 7 വട്ടം നടന്നു, 7 വട്ടം മൂതിയപ്പോൾ കോട്ട മതിൽ തകർന്നു. ഏലേലേലേ 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 ഏലേലേലേ. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്.
5 കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. ഇന്ന് കളിമുറ്റത്തിൽ ആരുടെ പടമായിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ പാട്ടുകൾ പാടാനും കഥകൾ പറയാനും പടങ്ങൾ വരയ്ക്കാനും ഒക്കെ കഴിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കളിമുറ്റത്തിൽ പങ്കെടുക്കാം. അതിനായി ഞങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഇതിലും നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ.